നമുക്ക് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്നു അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഉന്നക്കായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് വേണ്ടത്. നമ്മളിപ്പോൾ പഴുത്ത ഏത്തപ്പഴം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ധാരാളം എണ്ണ അത് ഈ ഉന്നക്കായ കുടിക്കും. അതുകൊണ്ട് നമുക്ക് അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് വേണ്ടത്. ഞാനിവിടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3 വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ്. ഇതിപ്പോൾ വലിയ പഴം ആയതുകൊണ്ട് ഇത് ഏകദേശം 3/4 കിലോയോളം ഉണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി കുക്കറി വെച്ച് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഒന്ന് തിളയ്ക്കാറായിട്ടുണ്ട് വെള്ളം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒന്ന് സ്റ്റീം വന്നതിന് ശേഷം തീ കുറച്ച് വെക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ പാൻ ഇപ്പം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 5-6 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ ഇത് രണ്ടും ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ മതി. തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂപ്പിക്കാം. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. പിന്നെ മധുരത്തിന് വേണ്ടി ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നമ്മുടെ ഏത്തപ്പഴം അധികം പഴുക്കാത്തതുകൊണ്ട് ഈ ഫില്ലിങ്ങിന് കുറച്ച് മധുരമുള്ളത് നന്നായിരിക്കും. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ തേങ്ങയുടെ കളർ മാറേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഈ സമയത്ത് നമ്മുടെ ഏത്തക്കായും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ തൊലി പൊളിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ അതിൻ്റെ നാരും ആ നടുക്കത്തെ ചെറിയ കുരുവും അതൊക്കെ കളയുന്നത് നന്നായിരിക്കും. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉന്നക്കായ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കയ്യിലോട്ട് അല്പം നെയ്യ് തടവിയിട്ട് ഇത് ചെറിയ ബോളുകളായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമ്മുടെ കയ്യിൽ നെയ്മയം ഉണ്ടെങ്കിൽ നമുക്ക് പരത്താൻ നല്ല എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെക്കണം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ അടച്ചിട്ട് അത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. പഴം അധികം പഴുത്താണെങ്കിൽ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലുള്ള പഴമാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ഉന്നക്കായുടെ ഷേപ്പ്. ഇത് മിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം. അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉന്നക്കായെല്ലാം ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ 3 വലിയ പഴത്തിൽ നിന്ന് നമുക്ക് ഏകദേശം 10 ഉന്നക്കായാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉന്നക്കായ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട ഉടനെ തിരിച്ചിടുകയൊന്നും ചെയ്യരുത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് സ്പൂൺ കൊണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അന്നേരമുള്ള എല്ലാ ഭാഗവും ഒരേപോലെ ആയി കിട്ടത്തുള്ളൂ. നല്ല ഒരു ബ്രൗൺ കളറിൽ കിട്ടണം നമുക്ക്.
നമ്മളിപ്പോൾ ഈ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ആ ഏത്തപ്പഴം കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഞാനിപ്പം ചേർത്തിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ഉന്നക്കായ സാധാരണയായിട്ട് നമ്മൾ ഇഫ്താർ സമയത്തൊക്കെയാണ് കൂടുതലായും ഉണ്ടാക്കാറ്. ഇപ്പോൾ നമ്മുടെ ഈ ഉന്നക്കായ ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ള ഉന്നക്കായ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉന്നക്കായ എല്ലാം തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ സ്വാദിഷ്ടവുമായ ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ഈ ഉന്നക്കായ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.